തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു വൈഷ്ണവ ആരാധനാലയമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വടക്കിൻ്റെ ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കുംഭം 22 മുതൽ മീനം 6 വരെ മാർച്ച് മാസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന തൃച്ചംബരം ഉത്സവം വളരെയേറെ പ്രസിദ്ധമാണ്. ശ്രീ ശംബര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി തിരുശംബരം എന്ന പേരിൽ നിന്നാണ് തൃച്ചംബര ക്ഷേത്രത്തിനു ആ പേര് വന്നത് എന്നാണ് ഐതിഹ്യം. കംസവധത്തിനു ശേഷമുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠ ആയതിനാൽ രൗദ്രഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ഏകദേശം 4 അടിക്കും 5 അടിക്കും ഇടയിൽ ഉയരം ഇവിടുത്തെ വിഗ്രഹത്തിനുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല്യ ദർശനം ശുഭകരമല്ല. രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു. കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വച്ച് ചുവർചിത്രങ്ങളുടെ ഏറ്റവും നല്ല ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ കാണാം. ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വിക്ഷക്സേനൻ എന്ന പരിചാരകനും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഉത്സവാഘോഷങ്ങളിലൊന്നാണ് തൃച്ചംബരത്ത് ഉത്സവം. കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണ അധിനിവേശ കേന്ദ്രമായ പെരുംചെല്ലൂർ ഗ്രാമത്തിലെ പുരാതന സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് ഈ ഉത്സവം. ശങ്കരകവി രചിച്ച സംസ്കൃത കാവ്യമായ തച്ചംബര സ്തുതി 12ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ രചിച്ച കനകകിരീടം പാട്ട് എന്നിവയിലും തൃച്ചംബരത്തെ ഉത്സവത്തിൻ്റെ വർണ്ണനകൾ കാണാം. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രോത്സവമാണ് തൃച്ചംബരം ഉത്സവം. ശങ്കരനാരായണൻ, ഈ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിലെ ക്ലർക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ആന നിഷിദ്ധമാണ്. അതായത് കംസവധം കഴിഞ്ഞ പാടുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നട തുറന്ന അപ്പം തന്നെ നേർദ്യമാണ്, പിന്നീട് ഉള്ളു അഭിഷേകം. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന് പറയുന്നത് കാമ്പർത്തില്ലെത്തതാണ്, ഉഷക്കാമ്പ്രം എന്ന് പറയും. അത്
അവരില്ലെന്ന് പറയുന്നത് പേരാമ്പ്ര ഭാഗത്താണ്. അതുപോലെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് പാൽപ്പായസം, പിന്നെ നെയ്പ്പായസം, അതൊക്കെ രാവിലെ ഉണ്ടാവുള്ളൂ. പിന്നെ മോതിരം വെച്ച് തൊഴുക, അതൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ. ഉത്സവ കാലത്തൊക്കെ ഏറ്റവും പ്രധാനമാണ്. അതേമാതിരി നൃത്തപ്പായസം എന്ന് പറഞ്ഞാൽ കുംഭസംക്രമത്തിന്, ഉത്സവ സമയത്ത് കുംഭസംക്രമം, അതിന് ഒരു ദിവസം ഉണ്ട്, കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈ നൃത്തപ്പായസം എന്ന് പറയുന്നത്. അതായത് ഉത്സവം എന്ന് പറയുന്നത് കുംഭം 22 മുതൽ മീനം 6 തീയതി വരെ ആണ് ഉത്സവമുള്ളത്. രാത്രി എല്ലാ ദിവസങ്ങളും മിക്കപ്പോഴും രാത്രിയാണ് ഉത്സവം ഉണ്ടാവുന്നത്. പിന്നെ പകലുണ്ടാകുന്ന ഉത്സവം എന്ന് പറയുന്നത് 1ഉം 2ഉം, മീനം 1ഉം 2ഉം മാത്രമാണ് പകൽ ഉത്സവമുള്ളത്. അതുപോലെ കൊടിയേറ്റം ഉണ്ടാകുന്നത് കുംഭം 22, അതായത് ഉച്ചക്ക് ഒരു 12-1 മണിക്കാണ് കൊടിയേറ്റം തുടങ്ങുന്നത്. അതേമാതിരി കൂടിപ്പിരിയിൽ നിന്നിട്ടൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട് ഇവിടെ. അതായത് മഴൂരപ്പനും തൃച്ചംബരത്തപ്പനും വേറെ പിരിഞ്ഞ് പോകുന്ന ഒരു ദിവസമാണ് അന്ന്. പിന്നെ കൂടിപ്പിരിയുള്ള ദിവസത്തിന് ഭയങ്കര ആളായിരിക്കും. അതേമാതിരി കൊടിയേറ്റ ദിവസം നല്ല ആളുണ്ടാവും. അപ്പോൾ ആ ദിവസത്തിൽ പാൽപ്പായസം, നെയ്പ്പായസം എല്ലാ വഴിപാടും ചെയ്യുക. അതേപോലെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആന നിഷിദ്ധമാണ് ഇവിടെ. അതുപോലെ പിന്നെ മഴൂരപ്പൻ ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റ ദിവസം രാത്രി ഒരു 12:30-ക്ക് മഴൂർ ധർമ്മിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് വരും. അത് തടമ്പ് നിർത്തായിട്ട് തന്നെയാണ് വരിക. അത് പിന്നെ മധൂരുള്ള അവിടെയുള്ള ഒരു മേശാന്തിയാണ് അവിടുത്തെ ധനഞ്ജയ ഭട്ടാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് എഴുന്നള്ളിക്കുന്നത്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ കൂടെയുള്ള വേറൊരു ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. അതേമാതിരി വൈദ്യനാഥ ക്ഷേത്രം. അതെല്ലാം ഈ TTK ദേവസ്വത്തിൻ്റെ കീഴിൽപ്പെടുന്ന ക്ഷേത്രങ്ങളാണ്. ഇത് കൂടാണ്ട് കുറേ ഉപക്ഷേത്രങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് ബോംബെയിൽ വസൈ എന്ന സ്ഥലത്താണ്. നമ്മൾ ജനിച്ചു വളർന്നതൊക്കെ ഈ കീഴാറ്റൂർ തളിപ്പറമ്പ് ഏരിയയിലാണ്. അതുകൊണ്ട് നമ്മൾക്ക് ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുള്ള വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ്, നല്ലൊരു വിശ്വാസമാണ് ശ്രീകൃഷ്ണനെ പറ്റിയിട്ട്, തൃച്ചംബരം പ്രത്യേകിച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് വലിയ എല്ലാവർക്കും ഇല്ല ഒരു അനുഭവമാണത്. അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സമയം മുഴുവൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തൃച്ചംബരം ക്ഷേത്രം സന്ദർശിക്കാണ്ട് പോകാറില്ല. അതാണ് ആ അനുഭവങ്ങൾ ഞങ്ങൾ പങ്കിട്ട് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് ബോംബെയിൽ താമസിക്കുന്നതാണ്.
ഇവരൊക്കെ അതുകൊണ്ട് ഇവിടെയും വന്നിരിക്കുകയാണ്. ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് വന്നത്. കൊട്ടിയൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ മുംബൈയിൽ നിന്ന് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞത്. ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കും എന്ന വിശ്വാസത്തിൽ ഭഗവാനെ കാണാൻ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി, ഭഗവാന്റെ ഒരു സാമീപ്യം നമ്മൾക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ സന്തോഷം ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇവിടെ തൃച്ചംബരത്തപ്പനാണ്. കംസവധം കഴിഞ്ഞതിന് ശേഷമുള്ള കൃഷ്ണനാണ്. ഇവിടെ രാവിലെ തന്നെ കംസവധം കഴിഞ്ഞതിന് ശേഷമുള്ള കൃഷ്ണനായതുകൊണ്ട് തുറക്കുമ്പോൾ തന്നെ ചോറാണ് ആദ്യത്തെ തന്നെ നിവേദ്യമായിട്ട് കൊടുക്കുന്നത്, വിശന്ന് വലഞ്ഞ് വന്നതുകൊണ്ട്. പിന്നെ ഇപ്പം എന്ത് വിശേഷ ദിവസങ്ങൾ ഇവിടെ ആയിരപ്പം വഴിപാട് പ്രധാനമാണ്. കുട്ടികളില്ലാത്തവർക്കും പിന്നെ കല്യാണം കഴിയാത്തവർക്കൊക്കെ ആയിരപ്പം വഴിപാടുണ്ട്. അത് പ്രാർത്ഥിച്ചാൽ ബലം തീർച്ചയായിട്ടും ബലമുള്ളതാണ്. പിന്നെ വലിയ വട്ടളം പായസം, പാൽപ്പായസമാണ് പ്രധാന വഴിപാട്. പാൽപ്പായസമാണ് പായസം വഴിപാട്. വലിയ വട്ടളം പായസമായിട്ടും കാവട്ടളം പായസം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊട്ടിയൂർ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അല്ലെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നാനാജാതി ആൾക്കാർക്കും എല്ലാം നല്ല ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എന്നാ പറയാൻ, എല്ലാം കൊണ്ടും നല്ല ക്ഷേത്രമാണ്. തൃച്ചംബരത്തപ്പൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന തൃച്ചംബരത്തപ്പനാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് രാജരാജേശ്വര ക്ഷേത്രമുണ്ട്. മൂന്ന് ക്ഷേത്രവും TTK ദേവസ്വം എന്നാണ് പറയുന്നത്. പിന്നെ 3 ക്ഷേത്രവും ഒരു മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. 3 ക്ഷേത്രവും ഒരു ദിവസം തൊഴുതാൽ വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ. ഇത് TTK ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന 3 ക്ഷേത്രങ്ങളാണ്. അതായത് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുപോലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, അതുപോലെ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം. തൃച്ചംബരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലെ ഉത്സവമാണ് മെയിൻ. അതായത് ഭഗവാന്മാരിലെ അവരുടെ കുട്ടിക്കാലത്തുള്ള ലീലാവിലാസങ്ങൾ. മാർച്ച് 6-ാം തീയതി കൊടിയേറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ മാർച്ച് 20-ാം തീയതി ഉത്സവം അവസാനിക്കുക. ശ്രീരാമനും ബലരാമനും, ശ്രീകൃഷ്ണനും ബലരാമനും തമ്മിലുള്ള കുട്ടിക്കാലത്തുള്ള ഒരു കളി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം അന്നദാനമുണ്ട്. അതുപോലെ അതിൻ്റെ പുറത്തായിട്ടുള്ള ക്ഷേത്രമാണ് ജലദുർഗ, അതുപോലെ അയ്യപ്പ ക്ഷേത്രം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് നടത്തിത്തരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വഴിപാടാണ് പായസം. അതായത് വലിയ വട്ടളം പായസം. നമ്മുടെ മനസ്സിൽ എന്താണെന്നോ വിചാരിക്കുന്നു അത് ഭഗവാൻ നടത്തി തന്നു കഴിഞ്ഞാൽ അവർ നടത്തുന്ന ഒരു വഴിപാടാണ്. അതിപ്പോൾ എല്ലാ ദേശത്തുനിന്നും ആൾക്കാർ വരികയും തൊഴുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള ഉത്സവ സമയങ്ങളിൽ എല്ലാ നാടുകളിൽ നിന്നും, എല്ലാ നാടെന്ന് വെച്ചാൽ കർണാടക, നിങ്ങളിങ്ങോട്ട് എല്ലാ സ്ഥലത്തു നിന്നും ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്സവ സമയത്ത് ഭയങ്കര പരിപാടികളും എല്ലാം ആയിരിക്കും. അതുപോലെ സപ്താഹം നടക്കാറുണ്ട്. പിന്നെ നവമിക്ക് പരിപാടിയുണ്ട്. അത് മെയിനായിട്ട് ദുർഗ ഭഗവതീനെ പ്രതിനിധീകരിച്ചിട്ടാണ് നടത്തുക.
ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വര സാമീപ്യത്തിലൂടെ ആന്തരികമായ ഉണർവും ശുദ്ധിയും നേടുകയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളെ ശാസ്ത്രീയ രീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിൻ്റെയും വിഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇതുതന്നെ സൂചിപ്പിക്കുന്നു. കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പഞ്ചശുദ്ധിയോടെ പോകണമെന്നതാണ് വിധി. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. പഞ്ചശുദ്ധി രോഗാണുക്കളെ പ്രതിരോധിക്കാനും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റാനുമുള്ള വിധിയാണ്. അൻപിൻ്റെ ആലയങ്ങൾ അഥവാ ദയയുടെ ഇരിപ്പിടങ്ങളായ അമ്പലങ്ങൾ അസ്വസ്ഥരായ മനുഷ്യർക്ക് സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യൻ്റെ ശുശ്രൂഷാലയങ്ങളായി കരുതപ്പെടുന്നത്. സർവനാശത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സർവമത പ്രാർത്ഥനകൾക്കും സർവധർമ്മ സമഭാവത്തിനും കഴിയുമെന്ന് വർത്തമാന കാലഘട്ടം ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനുമായി കൂടുതൽ അടുക്കുമെന്നും ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തർക്ക് വ്യായാമത്തിൻ്റെ ഫലം ലഭിക്കുന്നു. പ്രദക്ഷിണം, ഏത്തമിടൽ, നമസ്കാരം എന്നിവയെല്ലാം മനഃശാന്തിയോടൊപ്പം ശാരീരിക ആരോഗ്യവും നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കൊണ്ട് അവിടെ നിന്നും പ്രവഹിക്കുന്ന ഭൗമോർജം ഭക്തരിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം പാദരക്ഷയില്ലാതെ ചുറ്റണമെന്ന ആചാരം ശാസ്ത്രീയമാണ്. ആയുർവേദാചാര്യനായ സുശ്രുതൻ കൈവിരൽ വെള്ളയിലും കാലിനടിയിലും നിലകൊള്ളുന്ന പോയിന്റുകൾ ശാസ്ത്രീയമായി പഠിച്ച് വിവരിക്കുന്നു. കാലടി ഭൂമിയുമായി സ്പർശിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയുമായി സ്വാഭാവിക സ്പർശനമുണ്ടാകുന്നു. മനുഷ്യനെ നിലനിർത്തുന്ന ഭൂമിദേവിയുമായുള്ള ബന്ധം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാദരക്ഷയില്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചരക സംഹിതയിലൂടെ ചരകൻ ഉപദേശിക്കുന്നു. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രകാരങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരത്തിനെയും ശ്രീകോവിൽ, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങൾ ഈ പ്രകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ ഗ്രന്ഥം ഇപ്രകാരത്തിൽ ഗർഭഗൃഹം ശിരസായും അകത്തെ ബലിവട്ടം മുഖമായും മണ്ഡപം ഗളമായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും പുറംമതിൽ മുട്ടുകളായും ഗോപുരങ്ങളെ ദേവപാദമായും സങ്കല്പിച്ചിരിക്കുന്നു.